18 AK-ബാലൻ നാദാപുരത്തിൽ നല്ല കാര്യം ചെയ്തപ്പോൾ നല്ലത് എന്ന് പറഞ്ഞതാണ് അയാൾ പറയുന്നത്. അയാൾ നല്ലത് തന്നെ പറഞ്ഞു, ഒരു മോശം പറഞ്ഞില്ല. AK-ബാലൻ നല്ല കാര്യം ചെയ്താൽ അത് നല്ലത് എന്ന് പറയുന്നതിൽ ഒരു മടിയും നമുക്കില്ല. ബാലൻ ചെയ്ത നല്ല കാര്യം നല്ലത് എന്നല്ല പറഞ്ഞിക്ക്. പക്ഷെ ബാലൻ ഇപ്പം ചെയ്ത കാര്യം നല്ലതെന്നാലും പറഞ്ഞിട്ടില്ല. ഇപ്പം ബാലൻ ചെയ്തതാ, ഇപ്പം ബാലൻ ചെയ്ത UDF-ന്റെ ഭരണം വന്നാൽ നമ്മൾ ആലോചിക്കുന്ന വിഷയം. ബാലൻ നല്ല മനുഷ്യനായിരുന്നു, നല്ലൊരു ബാലൻ. നമുക്കെല്ലാം ഒരു മോശമൊന്നും ബാലനെ കുറിച്ച് പറയാനില്ലായിരുന്നു. പക്ഷെ ഇപ്പം ബാലൻ പറഞ്ഞെന്നാ UDF-ന്റെ ഭരണം വന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാകും, മാറാട് ആവർത്തിക്കും. എന്തിനാ ഇതിന്റെ ആവശ്യം? മാറാടും ജമാഅത്തെ ഇസ്ലാമിയും UDF-ന്റെ ഭരണവും തമ്മിൽ എന്താ ബാലാബന്ധം? ഇത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനാണ്, നാട്ടിൽ വർഗീയത ഉണ്ടാക്കാനാണ്. മാറാട് കലാപം നടക്കുന്ന കാലത്ത് ബാലന്റെ ചരിത്രം കൂടി പഠിക്കണം. മാറാട് കലാപം നടക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയും മാർക്സിസ്റ്റ് പാർട്ടിയും വായി രണ്ടാളും വലിയ മുസ്ലിം ലീഗിനെതിരായി മാധ്യമം പത്രത്തിലെ കൊണ്ട് എഴുതിക്കാൻ അന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ ആഭ്യന്തരമന്ത്രിയാവാൻ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആകെ അത്ര അസാധുക്കളുള്ളൂ. ഓരെ കൊണ്ട് എന്താ ഇത് പറയേണ്ട ആവശ്യം? ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഗൂഢോദ്ദേശം അത് വെള്ളപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളെ ഒരു വെള്ള പൂശാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. ഇത് ബാലൻ പറയുന്നതല്ല, ബാലന്റെ ദേഹത്തിലെ ചേത്തൻ പറയുന്ന ചേത്തനിക്കുക പിണറായി വിജയൻ തന്നെയാ. പിണറായി വിജയൻ തന്നെയാ. ബാലിന് മറ്റൊന്നും പറയേണ്ടിയില്ല. ബാലൻ അങ്ങേരത്ത് നിൽക്കാത്തിൻ്റെ മൊലൂദിൻ്റെ വലുത്തര മൊലവിൻ്റെ എല്ലാം കഥകളും പറഞ്ഞിക്ക് ഇതെല്ലാം പറയേണ്ട ബാലിന് എന്താ ഇതിന്റെ ആവശ്യം? ജമാഅത്തെ ഇസ്ലാമി ബാലിന്റെ പൊരലിരുത്തുമില്ല, ആവോളത്തുമില്ല. അതൊന്നും ശല്യവും ജമാഅത്തിനെ കൊണ്ട് ബാലുണ്ടായിരുന്നില്ല. ആ സാധുക്കൾ എന്തിനാ ബാലൻ ഇങ്ങനെ പറഞ്ഞതിന്റെ പിന്നിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് നാദാപുരത്ത് നൽകിയൊരു പാഠമുണ്ട്. നാദാപുരത്ത് നൽകിയൊരു പാഠമുണ്ട്. മുസ്ലിം ലീഗിന്റെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായ നല്ല ആളുകൾ തയ്യാറായിട്ടുണ്ട്. വെറുതെ ഒന്നല്ല നമ്മൾ ജയിച്ചു. ഇങ്ങനെ 2ാം വാർഡ് ജയിച്ച് നമ്മളെ കറാമത്തുണ്ടാക്കുന്ന മാർക്സിസ്റ്റ് 1ാം നമ്പർ മാർക്സിസ്റ്റ് മാറി കുത്തിയേക്ക് നല്ല നല്ല മാർക്സിസ്റ്റ് ഉയർന്നു വരുന്നു, വളർന്നു വരുന്നു. നല്ല നല്ല മാർക്സിസ്റ്റ് ഉയർന്നു വരുന്നു, വളർന്നു വരുന്നു. നാദാപുരത്തെ പുതിയ മാറ്റമാണ്. ആ മാറ്റമില്ലാതാക്കി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾ എന്ത് വർഗീയ പ്രചരണം നടത്തിയാലും നാളെ ഇതിനോടില്ല. കേരളത്തിലെ രാഷ്ട്രീയം വർഗീയവൽക്കരിച്ച് ഈ രാഷ്ട്രീയമായ ചർച്ച അവസാനിപ്പിക്കാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ഗൂഢതന്ത്രം തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയ പാഠം എന്ന് മാത്രം മനസ്സിലാക്കണം.